ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 18-ാം തീയതിയാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഫിസിക്സ് പരീക്ഷ. നിങ്ങൾ എല്ലാവരും അടിപൊളിയായി തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാണ് എന്റെ വിശ്വാസം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 പ്രധാനപ്പെട്ട കിടിലൻ ലൈവുകളാണ് നിങ്ങളെ കാത്തുവച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണി മുതൽ നമ്മുടെ മെഗാ മാരത്തോൺ ലൈവ് ഉണ്ട്. എന്താണ് മെഗാ മാരത്തോൺ ലൈവിൽ പഠിക്കാൻ പോകുന്നത് എന്ന എക്സൈറ്റ്മെന്റിലായിരിക്കും നിങ്ങൾ എല്ലാവരും. മക്കളെ, ഇന്നത്തെ ലൈവിൽ നമ്മൾ മുഴുവൻ ചാപ്റ്റേഴ്സിലെ എല്ലാ കോണ്ടന്റുകളും അതിന് സപ്പോർട്ടീവ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസും വിശദമായി തന്നെ പഠിച്ചിരിക്കും. ഇന്നത്തോടെ നമ്മൾ തീർക്കുന്നില്ല. നാളെ പരീക്ഷയുടെ തലേനാള് രാത്രി കൃത്യം 7 മണിക്ക് 100% ക്വസ്റ്റ്യൻസും ആയിട്ട് ഞാനും JK സാറും വരുന്നുണ്ട്. പരീക്ഷയുടെ തലേനാൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നാളത്തെ ലൈവിൽ നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. ഈ 2 ലൈവും കണ്ടൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, A+ അല്ല, ഫുൾ മാർക്ക് നമുക്ക് എന്തായാലും അഷ്വർ ചെയ്യാൻ സാധിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, റൈറ്റ്? സോ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുപോലൊരു വീഡിയോ നിങ്ങൾക്ക് നൽകിയിരുന്നു. അതിനകത്തുള്ള കുറെ അധികം ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപടി ഒരു മാറ്റവും ഇല്ലാതെ, വാല്യൂ പോലും മാറാതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സിമിലർ വേ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ള 20 കിടിലൻ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് അണ്ണൻ വന്നിരിക്കുന്നത്. 30 മാർക്ക് നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പല കുട്ടികളും ഈ വീഡിയോയുടെ താഴെ വരാൻ പോകുന്ന കമന്റ് ഞാൻ ഇപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം. സാർ, ഇത് മാത്രം പഠിച്ചു പരീക്ഷയിൽ പോയാൽ മതിയോ എന്ന കമന്റ് എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ അതിനുള്ള മറുപടി പറഞ്ഞു തന്നെ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ഒരിക്കലും ഇത് മാത്രം പഠിച്ചു പരീക്ഷയ്ക്ക് പോകാനല്ല ഞാൻ പറയുന്നത്. ഇത് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അല്ലാതെ ഇത് മാത്രം പഠിച്ച് ഒരു കാരണവശാലും പോരുത്. ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. എല്ലാ ചോദ്യങ്ങളും പഠിക്കണം, എല്ലാ കോൺസെപ്റ്റുകളും പഠിക്കണം. അതിനുവേണ്ടിയാണ് രാവും പകലും ഇല്ലാതെ നിങ്ങൾക്ക് ഞങ്ങൾ ലൈവ് ക്ലാസ്സുകൾ നൽകുന്നത്. പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് കുറച്ചധികം പ്രാധാന്യം നിങ്ങൾ കൂടുതൽ കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, ലേറ്റ് ആക്കുന്നില്ല, ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, എന്തായാലും പരീക്ഷയ്ക്ക് വരുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതുപോലൊരു ഡയഗ്രാം നൽകിയിട്ട് ട്രാൻസ്ഫോമറിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓറൽസ് കംപ്ലീറ്റ്ലി ഒരു പക്ക ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ എന്തായാലും ട്രാൻസ്ഫോമറിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന 3 മാർക്ക് നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കാൻ പോവാണ്. ഒരു ടെൻഷനും വേണ്ട, റൈറ്റ്? സോ മക്കളെ, തുടങ്ങിയാലോടാ. ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡയഗ്രാം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ചിത്രം ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഇത് ഏതു തരം ട്രാൻസ്ഫോമർ ആണ്? ഇവിടെയുള്ള പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 ആണ്. സെക്കൻഡറിയിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്? 500 ആണ്. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കൂടുതലും സെക്കൻഡറിയിൽ കുറവുമാണ്. സോ അത് ആദ്യം തന്നെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് NP ഈസ് ഗ്രേറ്റർ ദാൻ NS. ഇത് ഏതു തരം ട്രാൻസ്ഫോമർ ആണ്? ഒരു സംശയമില്ലടാ മക്കളെ, കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ചു വന്നതല്ലടാ. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിൽ കുറവും എന്ന് പറഞ്ഞാൽ അത് ഏത് ട്രാൻസ്ഫോമർ ആണ്? യെസ്, ഇറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇത് നമ്മുടെ സ്വന്തം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് എന്ന കാര്യം ഇനീഷ്യലി മനസ്സിനകത്ത് ഉറപ്പിക്കുക. പിന്നെ ഒരു ട്രാൻസ്ഫോമറിൽ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന ഓൾവേസ് എന്താണ്? AC ആണ്. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു എന്ത് തന്നെയാണ്? AC ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഇൻപുട്ട് എന്താണ്? AC ആണ്. ഔട്ട്പുട്ടും എന്ത് തന്നെയായിരിക്കും? AC തന്നെയായിരിക്കും എന്ന കാര്യം മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക കേട്ടോ. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇത് ഏതു തരം ട്രാൻസ്ഫോമർ ആണ്? ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഒരു തർക്കവും വേണ്ട, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. സോ മക്കളെ, ഹിയർ കംസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെയിം ദ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് ട്രാൻസ്ഫോമർ വർക്ക്സ്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമല്ലോ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. എന്താണ് മക്കളെ? യെസ്, ഇറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അടുത്തത്, ഇനി അങ്ങോട്ടൊരു ന്യൂമറിക്കൽ സെഗ്മെന്റിലോട്ട് കിടക്കുകയാണ്, കണക്കിന്റെ ചോദ്യങ്ങളിലോട്ട് കിടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി എന്റെ കൂടെ സാധിക്കുമെങ്കിൽ ഒരു പുസ്തകത്തിൽ എഴുതി തന്നെ ശീലിക്കണടാ. നോക്കണം മക്കളെ. If the output from the secondary of the transformer is 50 volt and 100 watt, ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് പവറും നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയാണ്? 50 വോൾട്ടും 10 വാട്ടുമാണ്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ നോക്കിയാലോ. വാട്ട് ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ്? ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം, അഥവാ പ്രൈമറി വോൾട്ടേജ് കണ്ടുപിടിക്കണം, പ്രൈമറി കറണ്ടും കണ്ടുപിടിക്കണം. സോ ഗൈസ്, വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻപുട്ട് വോൾട്ടേജ് അഥവാ പ്രൈമറി വോൾട്ടേജ്,
അതുപോലെ തന്നെ പ്രൈമറി കറണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. മലയാളത്തിലും ചോദ്യം ഞാൻ വൃത്തിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 50 വോൾട്ട് ആണെന്ന് അവർ പറയുന്നു. സിമിലർ വേ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 10 വാട്ടാണ്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഇൻപുട്ട് വോൾട്ടേജും അതുപോലെ തന്നെ ഇൻപുട്ട് കറണ്ടുമാണ്. എന്നേക്കാളും മുന്നേ എൻ്റെ മക്കൾ ചെയ്യുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. എങ്കിലും ഞാൻ ലേറ്റ് ആക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടയ്ക്കാം മക്കളെ. സോ ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതുകയാണ്. ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് 2000ഉം സെക്കൻഡറിയിൽ അത് 500ഉമാണ്. ഞാൻ എഴുതി വെക്കട്ടെ. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈക്വൽ ടു 2000, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈക്വൽ ടു 500. ഇതിനകത്ത് ഒരു സംശയമില്ലല്ലോ, പെട്ടയ്ക്കാം നമുക്ക്. റെഡി. അടുത്ത കാര്യം, ഗിവൺ ഡാറ്റ നോക്കടാ. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 50 വോൾട്ട് ആണ്. അതായത് സെക്കൻഡറി വോൾട്ടേജ് ഈക്വൽ ടു 50 വോൾട്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് അവർ പറയുന്നു? അത് 10 വാട്ട് ആണെന്ന് അവർ പറയുന്നത്. സീരീസ് 10 വാട്ട്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നിലോട്ടായിട്ട് കിടക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറി വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് VP നമുക്ക് കണ്ടുപിടിക്കാം. ഇവ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല ഓർമ്മയുണ്ടല്ലോ. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ് മക്കളെ? യെസ്, NS/NP ഈസ് ഈക്വൽ ടു VS/VP ആണ്. കണ്ടുപിടിക്കേണ്ടത് പ്രൈമറി വോൾട്ടേജ് VP അല്ലേ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ റീഅറേഞ്ച് ചെയ്തിട്ട് VPയുടെ ഇക്വേഷൻ ഫോം ചെയ്യാം. പക്ഷെ പല അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇവിടെ നിന്നുള്ള റീഅറേഞ്ച്മെന്റ് ചിലപ്പോൾ കൃത്യമായി തന്നെ ശരിയാവണമെന്നില്ല. സോ അവർക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഹോൾ ഇക്വേഷൻ ഒന്ന് തലകീഴായിട്ട് എടുത്തേടാ. നമുക്ക് കണ്ടുപിടിക്കുന്ന ടേംസ് താഴെയുള്ളതിനാൽ തന്നെ മുഴുവൻ ഇക്വേഷനെയും ഞാൻ റെസിപ്രോക്കൽ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചേ, എങ്ങനെ വരുവാടാ? NP/NS ഈക്വൽ ടു VP/VS. ഇനി വളരെ എളുപ്പത്തിൽ റീഅറേഞ്ച് ചെയ്യാലോ. സോ VPനെ മാത്രം അവിടെ നിർത്തുക. ഈ കാണുന്ന VS ഡിവൈഡഡ് ആണ്. സോ അത് ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ഫോമാറ്റിലോട്ട് വരും. ശരിയല്ലേ? ഇവിടെ ഡിവിഷൻ ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ആയിട്ട് മാറും. റൈറ്റ്. സോ ഇക്വേഷൻ എങ്ങനെ വരുവാടാ? സിംപ്ലി VP ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? NP/NS ഇൻറ്റു VS എന്ന് വരും. NP എത്രയാണ്? 2000 ആണ്. NS എത്രയാണ്? 500 ആണ്. ഇൻറ്റു VS എത്രയാണ്? 50 ആണ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സിംപ്ലിഫൈ ചെയ്യാം മക്കളെ. നോക്കടാ, ദാ 500ഉം അതുപോലെ തന്നെ 50ഉം ക്യാൻസൽ ചെയ്തു. 500ഉം 50ഉം എത്ര തവണയാണ്? 10 തവണയല്ലേ? 10. അടുത്തത് ഈ 10ഉം ഈ 0ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഉത്തരം എത്രയാണ്? 200 അല്ലേ കിട്ടുക? യെസ്, 200 വോൾട്ട്. സോ പ്രൈമറി വോൾട്ടേജ് നമുക്ക് കിട്ടിയിരിക്കുന്നു. എത്രയാണ് മക്കളെ? 200 വോൾട്ട്. ഇതെല്ലാവർക്കും കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നേക്കാളും മുന്നേ നിങ്ങൾ ഉത്തരം എഴുതി എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഗൈസ്, ലേറ്റ് ആക്കുന്നില്ല. ഹിയർ കംസ് ദ ബി ക്വസ്റ്റ്യൻ. നമ്മുടെ ബി ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. ഇതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ. എന്താണ് ബി ക്വസ്റ്റ്യനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളത്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ബി ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ഇൻ പ്രൈമറി അഥവാ പ്രൈമറി കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് പല പല ഫോർമുലാസ് യൂസ് ചെയ്യാം. അഥവാ വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. അതല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. ആ രീതിയിലൊക്കെ ചെയ്യാം. പക്ഷെ അതിനേക്കാളും ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ, ഏറ്റവും ഈസി ആയ വഴി പറഞ്ഞു തരട്ടെ. നമുക്കറിയാം നമ്മുടെ ചോദ്യങ്ങളിലെല്ലാം നൽകുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അതായത് പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും. ചോദ്യത്തിൽ അവർ എന്താണ് നൽകിയിരിക്കുന്നത്? ഔട്ട്പുട്ട് പവർ നൽകിയിട്ടുണ്ട് 10 വാട്ട്. അപ്പൊ ഇൻപുട്ട് പവറും അതേ 10 വാട്ട് തന്നെയായിരിക്കില്ല. ഒരു സംശയവും വേണ്ട. നമ്മുടെ ചോദ്യങ്ങളിലെല്ലാം നൽകുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അവരുടെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ അനിയന്മാരും അനിയത്തിമാരും പറടാ, ഇൻപുട്ട് പവർ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 10 വാട്ട്. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ 10 വാട്ട് ആയിരിക്കും. ഒരു തർക്കം വേണ്ട. റൈറ്റ്. അടുത്ത പവറിന്റെ ഫോർമുല അറിയാലോ. ഇൻപുട്ട് പവറിന്റെ ഫോർമുല എന്താണ്? VP/IP ആണ്. അങ്ങനെയാണെങ്കിൽ IP ഈക്വൽ ടു എന്ത് എഴുതാം? P ഇൻപുട്ട് ഡിവൈഡഡ് ബൈ VP എന്ന് എഴുതാം. റെഡി അല്ലടാ? സോ എല്ലാവരും ശ്രദ്ധിച്ചോടാ. ഇൻപുട്ട് കറണ്ട് അഥവാ പ്രൈമറി കറണ്ട് ഈക്വൽ ടു പവർ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ പ്രൈമറി വോൾട്ടേജ്. പവർ ഇൻപുട്ട് എത്രയാണ്? 10 അല്ലേ? സോ 10 ഡിവൈഡഡ് ബൈ പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? പ്രൈമറി വോൾട്ടേജ് ഇവിടെ കണ്ടുപിടിച്ചു. എത്രയാടാ? 200 അല്ലേ? സോ 10/200 എന്ന് കിട്ടും. ആൻസർ ഈക്വൽ ടു 0.05 ആംപിയർ. ഉത്തരം എത്രയാണ് കിട്ടുക? 0.05 ആംപിയർ ആണ്. ഇതുപോലൊരു ചോദ്യം എന്തായാലും പരീക്ഷയിൽ ചോദിക്കും. ഒരു സംശയവും വേണ്ട. കൃത്യമായി പഠിച്ചു വെച്ചോ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ്. ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിന് ഇത്തരം ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മനസ്സിരുത്തി പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്.
നെക്സ്റ്റ് വൺ. സോ ഗൈസ് വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്തത് ട്രാൻസ്ഫോമറുമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഫെർദർ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നാമത്തെ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തുകയാണ്. കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ പഠിപ്പിച്ചു തന്നാൽ നിങ്ങളിത് പഠിക്കണം എന്നതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. അതുകൊണ്ടാണ് മക്കളെ ഇത് ഏതു തരം ട്രാൻസ്ഫോമർ ആണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. നോക്കടാ, VS ഈസ് ഗ്രേറ്റർ ദാൻ VP. ഇത് ഏതു തരം ട്രാൻസ്ഫോമർ ആണ്? സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. IS ഈസ് ഗ്രേറ്റർ ദാൻ IP. സെക്കൻഡറി കറണ്ട് പ്രൈമറി കറണ്ടിനേക്കാളും കൂടുതലാണ്. ഏതാണ്? കറണ്ടാണ് നേരെ ഉൾട്ട. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അടുത്തത് പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജിനേക്കാളും കൂടുതൽ. ഇതും എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. പ്രൈമറി കറണ്ട് സെക്കൻഡറി കറണ്ടിനേക്കാളും കൂടുതൽ. എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലും പരീക്ഷയിൽ ചോദിക്കാം. VS by VP is greater than 1. മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിരിക്കും. അതായത് VS is greater than VP ആയിരിക്കും. ഏതു തരം ട്രാൻസ്ഫോമർ ആണടാ? ഇത് നമ്മുടെ സ്വന്തം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. VS ഈസ് ഗ്രേറ്റർ ദാൻ VP എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക കേട്ടോ. അടുത്തത് NS by NP ഈസ് ലെസ് ദാൻ 1. മക്കളെ നിങ്ങൾ തിരിച്ചറിയണം, ലെസ് ദാൻ 1 ആണെങ്കിൽ താഴെയുള്ളത് വലുതും മുകളിലുള്ളത് ചെറുതുമായിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് NP ഈസ് ഗ്രേറ്റർ ദാൻ NS. NP ഈസ് ഗ്രേറ്റർ ദാൻ NS എന്ന് പറഞ്ഞ ഏത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. യെസ്, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ നിരന്തരം ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കടാ. ഇവിടെയും എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് പറ. ഇവിടെയും ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ് മക്കളെ കണ്ടീഷൻ? ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. താഴെയുള്ളത് വലുതും മുകളിലുള്ളത് ചെറുതുമായിരിക്കും. ലെസ് ദാൻ 1 ആണ്. ഒന്നിനേക്കാളും കുറവാണെങ്കിൽ ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമായിരിക്കും. അപ്പോൾ പറയടാ മക്കളെ. യെസ്, IS ഈസ് ഗ്രേറ്റർ ദാൻ IP. IS ഈസ് ഗ്രേറ്റർ ദാൻ IP എന്ന് പറഞ്ഞ ഏത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. യെസ്, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. കൃത്യമായി മനസ്സിലായില്ലേ? സോ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ എന്തായാലും ചോദിക്കാറുണ്ട്. മനസ്സിരുത്തി പഠിക്കാം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ലേറ്റ് ആക്കുന്നില്ല ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഡിവൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഏത് ഡിവൈസ് ആണ്. നോക്കടാ, പുറത്തോട്ടാണ് കറണ്ട് വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനൊരു സാധനം, ഇവിടെ ഒരു ബാറ്ററിയോ സെല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് മോട്ടർ ആണെന്ന്. ഇതൊരിക്കലും മോട്ടർ അല്ല. ഇതെന്താ സാധനം? ഇതാണ് നമ്മുടെ ജനറേറ്റർ എന്ന് പറയുന്നത്. ഒരു റിങ്ങിനെ 2 കഷ്ണമായി മുറിച്ച ജനറേറ്ററിനെ വിളിക്കുന്ന പേരെന്താണ്? യെസ്, ഇവിടെയുള്ളത് സ്പ്ലിറ്റ് റിംഗ് ആണ്. എങ്കിൽ ഈ ജനറേറ്ററിനെ വിളിക്കുന്ന പേരെന്താണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ദിസ് ഈസ് DC ജനറേറ്റർ. ഇതെന്താണ്? ഇതൊരു DC ജനറേറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കൊന്ന് അടയാളപ്പെടുത്തിയാലോ? A എന്ന് പറയുന്ന ഭാഗം എന്തായിരിക്കും? ഒരു സംശയവും വേണ്ട, അത് സ്പ്ലിറ്റ് റിംഗ് ആണ്. B എന്ന് പറയുന്ന ഭാഗം എന്താണ്? അത് ബ്രഷസ് ആണ്. റൈറ്റ്. വേണമെങ്കിൽ ഈ ഭാഗം നിങ്ങൾ പഠിച്ചോ. ദിസ് ഈസ് ആർമേച്ചർ. ഇതാണ് ആർമേച്ചർ. ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു കൺഫ്യൂഷനും ഉണ്ടാവാൻ പാടില്ല. പരീക്ഷയിൽ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും മാർക്ക് ചെയ്യാൻ എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും അറിഞ്ഞിരിക്കണം. സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഫർദർ ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ കിടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയുന്നതാണ്. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ? നമുക്കറിയാം അതൊരു DC ജനറേറ്റർ ആണ്. പാർട്സ് എയും ബിയും നമ്മൾ കൃത്യമായി തന്നെ മാർക്ക് ചെയ്തു. ഔട്ട്പുട്ട് ഗ്രാഫ് എങ്ങനെയാണ്? DC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓൾവേസ് പോസിറ്റീവ് സൈക്കിൾസ് മാത്രം ഉണ്ടാവുക, നെഗറ്റീവ് ഉണ്ടാവില്ല. ഓൾവേസ് പോസിറ്റീവ്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. അതായത് സ്റ്റഡി ആയിരിക്കുന്ന കറണ്ട് അല്ല, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇതാണ് DCയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC into DC ഇൻ എ ജനറേറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഏതു ജനറേറ്റർ എടുത്താലും ആ ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ AC കറണ്ട് ആണ്. ആ ACയെ DC ആക്കി മാറ്റുന്നത് ആരാണ്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയണം. യെസ്, ഇറ്റ് ഈസ് സ്പ്ലിറ്റ് റിംഗ്. സ്പ്ലിറ്റ് റിംഗ് ആരാണ് മക്കളെ? AC DC ആക്കി മാറ്റുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ? ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ്? അത് EMI ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണമാണ്. പഠിച്ചു വെക്കുക. യെസ്, ഇറ്റ് ഈസ് EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണമാണ് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. പഠിക്കേണ്ട ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലോട്ട് കിടക്കുന്നു. 3 പിൻ പ്ലഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ.
ഇവിടെ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന വയർ എന്ത് വയറാണ് നോക്കണതാ, മലയാളത്തിൽ ഉണ്ട് കേട്ടോ. ചുവന്ന നിറത്തിലുള്ള വയർ ഏത് ലൈനാണ്, ലൈക്ക് ഏത് തരം വയറാണ് ഈ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്ത്? നമുക്ക് കളേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അറിയാം. റെഡ് കളറിലുള്ളത് എന്താണ്? റെഡ് കളറിലുള്ളത് ഫേസ് ആണ്, ഫേസ് ലൈൻ ആണ്. ബ്ലാക്കിലാണെങ്കിൽ അത് ന്യൂട്രൽ ആണ്, ഗ്രീൻ കളർ ആണെങ്കിൽ അത് എർത്താണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ, നമ്മൾ പഠിച്ചതല്ലേ, തീർച്ചയായും നമ്മൾ പഠിച്ചാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ റെഡ് കളറിലാണെങ്കിൽ അത് ഫേസ് ലൈൻ ആണ്. വിച്ച് പാർട്ട് ഓഫ് ദ അപ്ലയൻസ് ഈസ് ദ ഗ്രീൻ കളർ വയർ ഈസ് കണക്റ്റഡ്? ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ഗ്രീൻ കളർ എന്താണ്? അത് എർത്താണ്, ശരിയല്ലേ? ദാറ്റ് ഈസ് എർത്ത് ലൈൻ. എർത്ത് ലൈൻ എപ്പോഴും ഏത് ഭാഗമായിട്ടാണ് കണക്ട് ചെയ്യുക? ഇപ്പൊ നമ്മളൊരു അയൺ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ആ അയൺ ബോക്സിന്റെ ഏത് ഭാഗമായിട്ടാണ് എർത്ത് ലൈൻ കണക്ട് ചെയ്യുക? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, എർത്ത് ലൈൻ ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ദ മെറ്റാലിക് സർഫേസ്. അതായത് നമ്മുടെ ഉപകരണത്തിന്റെ ലോഹഭാഗവുമായിട്ടാണ് എപ്പോഴും എർത്ത് ലൈൻ നമ്മൾ കണക്ട് ചെയ്യുക. ലോഹഭാഗവുമായിട്ടാണ് എർത്ത് ലൈൻ നമ്മൾ കണക്ട് ചെയ്യുക. എർത്ത് ലൈനിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ആ പ്ലഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പിന്നിന് നീളവും വണ്ണവും ഒക്കെ കൂടുതലാണ്. ഈ നീളവും വണ്ണവും കൂടിയ പിന്നിനെയാണ് എർത്ത് പിൻ എന്ന് പറയുക, റൈറ്റ്? 3 പിന്നിനകത്ത് ഈ നീളവും വണ്ണവും ഒക്കെ കൂടിയ പിന്നിനെ വിളിക്കുന്ന പേരാണ് എർത്ത് പിൻ എന്നാണ് പറയുക. ഓക്കെ അല്ലേ? അതാണ്. അപ്പൊ അതിനകത്ത് കണക്ട് എർത്ത് ലൈൻ ആണ്, പച്ച കളറിലുള്ള എർത്ത് ലൈൻ ആണ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കണക്ടിങ് 3-pin പ്ലഗ് ടു അപ്ലയൻസസ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് 3-pin പ്ലഗ് ഉപയോഗിക്കുന്നത്? അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? യെസ്, പ്രിവെന്റ് ഇലക്ട്രിക് ഷോക്ക്. മലയാളത്തിൽ എന്താ പറയുക? ആ വൈദ്യുത ആഘാതത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 3-pin പ്ലഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ, ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3-pin പ്ലഗ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന എർത്ത് പിന്റെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കുക. അവന് നീളം കൂടുതലായിരിക്കും, അവന് തിക്നെസ് കൂടുതലായിരിക്കും, അവന് ലെങ്ത് കൂടുതലായിരിക്കും, അവന് തിക്നെസ് കൂടുതലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യമാണ്. മലയാളത്തിലും ഞാൻ ചോദ്യം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു എക്സൈസ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യമാണ്, പഠിച്ചു വെക്കേണ്ട ചോദ്യമാണ് കേട്ടോ മക്കളെ. അടുത്തത്, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് ഹീറ്റിംഗ് കോയിൽ. നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിനുള്ള ചോദ്യമാണ്. ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കളെ? അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യത്തിൽ ഇത്തരം ഒരു ചിത്രമാണ് നൽകിയതെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യണം. ഇത് നമ്മുടെ ഹീറ്റിംഗ് കോയിലാണ്. ഹീറ്റിംഗ് കോയിൽ ഏത് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക? നിക്രോം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അതിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നിക്കലും ക്രോമിയും ആണ്. ബാക്കി ചെറിയ ചെറിയ അളവിലൊക്കെ ഉണ്ടാവും, അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. മേജർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നിക്കലും ക്രോമിയും ആണെന്ന് മനസ്സിലാക്കുക. അറൌണ്ട് 80% നിക്കലും 20% ക്രോമിയും ആണ്. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കമായിരിക്കും, പെട്ടെന്ന് ഉരുകിപ്പോവില്ല. എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് ഫോർ ലോങ് ടൈം, കൂടുതൽ സമയം പഴുത്ത അവസ്ഥയിൽ നിലനിൽക്കാൻ ആർക്ക് കഴിവുണ്ട്? ഈ പറയുന്ന നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയലിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ആണ്, ഓക്സീകരണ പ്രതിരോധം കൂടുതലാണ്. അതായത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തുരുമ്പെടുത്ത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയലിന് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ആണ്. അവൻ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല എന്ന കാര്യം മനസ്സിലാക്കുക. മലയാളത്തിലുണ്ട്, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ കൂടുതൽ സമയം നിലനിൽക്കാൻ കഴിവുണ്ട്. അതുപോലെ തന്നെ ഓക്സിഡേഷൻ പ്രതിരോധമുണ്ട് കേട്ടോ. എന്താണ് ഓക്സിഡേഷൻ പ്രതിരോധം എന്ന കാര്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്ത് കാണുക, ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അങ്ങനെ റിയാക്ട് ചെയ്താൽ ഇവൻ നശിച്ചു പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. റെഡിയല്ലേ? തങ്കക്കുടങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലോ? ഒരു തരി സംശയമില്ലല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. വാടാ, എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യമാണ്. ഒരു കോംപ്രമൈസും ഇല്ലാത്ത 100% ഞാൻ അഷ്വറൻസ് തരുന്നൊരു ചോദ്യമാണ്. എനർജിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഒരു വീട്ടിൽ ഇത്രത്തോളം അപ്ലയൻസുകൾ ഉണ്ട്, അവ ഒരു ദിവസം പ്രവർത്തിക്കുമ്പോൾ എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നു? ഇതുപോലൊരു ചോദ്യം 100% ഉറപ്പാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിരുത്തി പഠിക്കേണ്ട ചോദ്യമാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ ലേറ്റ് ആക്കുന്നില്ല, നമ്മൾ പെട്ടയ്ക്കാൻ പോവുകയാണ്. പറ, in a house, 4 lamp of 60 watt, each used for 3 hours. 6 lamp of 40 watt, each used for 4 hours. Calculate the total energy consumed in 30 days. സോ രണ്ട് തരം ബൾബുകളുണ്ട്. സോ 4 ബൾബുകൾ 60 വാട്ടിന്റെയാണ് 3 മണിക്കൂർ പ്രവർത്തിക്കുന്നു. 6 ബൾബുകൾ 40 വാട്ടിന്റെയാണ് 4 മണിക്കൂർ പ്രവർത്തിക്കുന്നു. എങ്കിൽ ഒരു മാസം ഉണ്ടാവുന്ന
ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്, നമുക്ക് ഫോർമുല അറിയാം. എനർജി കൺസ്യൂംഡ്. നമുക്ക് ആദ്യം ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ആണടാ. N1 P1 T1 പ്ലസ് N2 P2 T2 ഡിവൈഡഡ് ബൈ 1000. ഇത് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ഫോർമുലയാണ്. ഇത്തരം ഒരു ഫോർമുല ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാൻ പറ്റൂല. പക്ഷെ ഞാൻ എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി തന്ന ഫോർമുലയാണ് കേട്ടോ. സോ ഒന്നാമത്തെ എത്ര ബൾബുണ്ട്? 4 ബൾബാണ്. സോ N1 പകരം 4 എന്ന് കൊടുത്തു. പവർ എത്രയാണ്? പവർ എന്ന് പറഞ്ഞാൽ 60 വാട്ടാണ്. സോ 60 എന്ന് കൊടുത്തു. എത്ര മണിക്കൂറാ പ്രവർത്തിക്കുന്ന? 3 മണിക്കൂറാണ്. സോ 3 പ്ലസ് രണ്ടാമത്തെ എത്ര ബൾബുണ്ട്? 6 ബൾബുകളുണ്ട്. സോ പവർ എത്രയാണ്? 6 ഇൻറ്റു പവർ എത്രയാണ്? 40 വാട്ടാണ്. സോ 40 ഇൻറ്റു സമയം എത്രയാണ്? എത്ര മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്? അടുത്ത ബൾബ് പ്രവർത്തിക്കുന്നത് 4 മണിക്കൂറാണ്. സോ 4 ഡിവൈഡഡ് ബൈ 1000. റെഡി അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 1.68 കിലോ വാട്ട് അവർ ആണ്. അഥവാ ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഊർജ്ജ ഉപയോഗം എന്ന് പറഞ്ഞാൽ 1.68 കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവറിൽ തന്നെ എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു മാസത്തെ എത്രയാണ്? നമുക്ക് 30 ദിവസത്തെ കണക്കല്ല എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 1.68 ആണെങ്കിൽ 30 ദിവസം എത്രയാണ്? 1.68 ഇൻറ്റു 30. ആൻസർ ഈക്വൽ ടു 50.4 കിലോ വാട്ട് അവർ. 50.4 കിലോ വാട്ട് അവർ. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എങ്കിലും വീണ്ടും വീണ്ടും പഠിപ്പിച്ചു തരുന്നത് എന്തായാലും പരീക്ഷയിൽ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. പഠിച്ചു വെക്കണം, മറന്നു പോരുത്, ഒരു കാലത്തും മറന്നു പോരുത്. റൈറ്റ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം ജൂൾസ് ലോ അഥവാ ഹീറ്റ് പവർ ഓറിയന്റഡ് ആയ ചോദ്യം. ഹീറ്റും പവറും തമ്മിൽ കണക്ട് ചെയ്യുന്ന, റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട്. ഇത് അത്തരത്തിലൊരു ചോദ്യമാണ്. ഹീറ്റും പവറും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ചോദ്യം. മലയാളത്തിലും ക്വസ്റ്റൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആൻ ഇലക്ട്രിക് ഹീറ്റർ ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട് ആൻഡ് 2 ആംപിയർ കറണ്ട്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, അത് പ്രവർത്തിക്കുന്ന 230 വോൾട്ടിലാണ്. സോ അവിടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ആണെന്ന് അവർ പറയുന്നു. ഓക്കെ, മലയാളത്തിലും അത് തന്നെയാണ്. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്ററിൽ 2 ആംപിയർ കറണ്ട് അല്ലെങ്കിൽ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ്. പ്രതിരോധം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഹീറ്റ്, താപം കണ്ടുപിടിക്കണം. 10 മിനിറ്റ് സമയം അവിടെ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന താപം കണ്ടുപിടിക്കണം. അടുത്തത് പവർ കണ്ടുപിടിക്കണം. സോ എല്ലാ കാര്യങ്ങളും മേജറായ എല്ലാം ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. സോ ആദ്യം ഗിവൺ ഡാറ്റ എഴുതിയാലോ. വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് ഈക്വൽ ടു 230 വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? റെഡി. അടുത്തത് കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. I is equal to 2 ആംപിയർ. അടുത്ത എന്താ പറയുന്നത്? കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. സോ ഒന്നാമത്തെ റെസിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും അറിയാലോടാ മക്കളെ. R ഈസ് ഈക്വൽ ടു V/I ആണ് ഫോർമുല. V എത്രയാണ്? 230 ആണ്. I എത്രയാണ്? 2 ആണ്. ആൻസർ വിൽ ബി 115 ഓം എന്ന് കിട്ടും. 115 ഓം ആണ് നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത്. പ്രതിരോധം എത്രയാണ് മക്കളെ? അത് 115 ഓം ആണ്. 115 ഓം ആണ്. 115 ഓം ആണ് നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത്. ഇത് മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക, ഇത് മറക്കരുത് കേട്ടോ. ഈ ഫോർമുല അറിയാലോ, ഓംസ് ലോ പ്രകാരമുള്ള ഫോർമുലയാണ്. ഹിയർ ഈസ് എ ബി ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഹീറ്റർ ഓപ്പറേറ്റ് ഫോർ 10 മിനിറ്റ്. സമയം അവർ നൽകിയിട്ടുണ്ട്, 10 മിനിറ്റ് ആണ്. അപ്പൊ സമയം ഈക്വൽ ടു 10 മിനിറ്റ് എന്ന് പറയാം. മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ 10 ഇൻറ്റു 60 ഈക്വൽ ടു 600 സെക്കൻഡ്. സോ സമയം നമുക്ക് കിട്ടി. ഹീറ്റ് കണ്ടുപിടിക്കണം, താപം കണ്ടുപിടിക്കണം. ഫോർമുല അറിയാലോ. H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT ആണ്. എല്ലാം അറിയാം, I2 അല്ലേ. സോ 2 സ്ക്വയർ ഇൻറ്റു 115 ഇൻറ്റു 600 എന്ന് വരും. സോ ഹീറ്റിന്റെ ഫൈനൽ ആൻസർ എത്രയാ മക്കളെ കിട്ടുക? 276,000 ജൂൾ. ഇതാണ് നമ്മുടെ ഹീറ്റ് എന്ന് പറയുക. 276,000 ജൂൾ. ഓക്കെ അല്ലേ? ഹീറ്റ് കിട്ടി. അടുത്ത ചോദ്യം എന്താണ്? സി ക്വസ്റ്റ്യൻ. പവർ കണ്ടുപിടിക്കുക. പവർ വളരെ സിമ്പിൾ ആയി കണ്ടുപിടിക്കാമല്ലോ. പവറിന്റെ ഏറ്റവും കൺവീനിയന്റ് ആയ ഫോർമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ഈക്വൽ ടു VI ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 ആണ്. കറണ്ട് 2 ആണ്. ആൻസർ എത്ര കിട്ടും? 460 വാട്ട്. സോ പവർ നമുക്ക് കിട്ടി 460 വാട്ട്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇതുപോലെ ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാറുണ്ട്. നിങ്ങൾ മനസ്സിരുത്തി പഠിക്കണം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ ഇത്തരം ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് പോകുന്നു. എല്ലാവരും കൂടെ നിൽക്കുക. വി ആർ മൂവിങ് ഫോർവേഡ്. വരാം. അടുത്ത ക്വസ്റ്റ്യൻ. It is known that sunlight contains many type of radiation besides visible light. നമുക്ക് എല്ലാവർക്കും അറിയാം, സൂര്യപ്രകാശത്തിനകത്ത് വിസിബിൾ ലൈറ്റിനപ്പുറം, ദൃശ്യപ്രകാശത്തിനപ്പുറം വേറെയും കുറേ റേഡിയേഷൻസ് അടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഓക്കെ,
വിച്ച് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹീറ്റ് ഇൻ ദ സോളാർ റേഡിയേഷൻ? താപത്തിന് കാരണമാവുന്നത് ആരാണ്? അതായത് ഇപ്പൊ സൺലൈറ്റിൽ നമുക്ക് ഹീറ്റിന് കാരണമാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതാണ്? ഒരു സംശയവും വേണ്ട, ഹീറ്റിന് കാരണമാവുന്ന, താപത്തിന് കാരണമാവുന്ന ഇൻഫ്രാറെഡ് ആണ് കേട്ടോ. താപത്തിന് കാരണമാകുന്ന വികിരണം എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്രാറെഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏതു തരം വികിരണമാണ് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഉൽപാദനത്തിന് സഹായിക്കുന്നത്? വൈറ്റമിൻ ഡി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? യെസ്, അത് അൾട്രാ വയലറ്റ് ആണ്. യെസ്, ഇറ്റ് ഈസ് അൾട്രാ വയലറ്റ്. വൈറ്റമിൻ ഡി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന അൾട്രാ വയലറ്റ് ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദീസ് റേഡിയേഷൻസ് ഇൻ വാക്വം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ വാക്വത്തിലുള്ള വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് പ്രകാശ വേഗതയിലാണ് ശൂന്യതയിലൂടെ വൈദ്യുതകാന്തിക തരംഗങ്ങൾ സഞ്ചരിക്കുന്നത്. ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അത് ലൈറ്റിന്റെ സ്പീഡാണ്. ആ ലൈറ്റിന്റെ സ്പീഡിലാണ് ഇവ സഞ്ചരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. റൈറ്റ്, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ആ സ്പെക്ട്രം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ പറയുന്ന വിസിബിൾ ലൈറ്റിന് തന്നെയാണ്. അവന്റെ വേവ് ലെങ്ത് 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഇത് മറന്നു പോരുത് കേട്ടോ. 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് അവന്റെ വേവ് ലെങ്ത് റേഞ്ച്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഈ ഓർഡറും കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. ആദ്യം ഗാമ, പിന്നെ എക്സ്റേ, പിന്നെ അൾട്രാവയലറ്റ്, പിന്നെ അൾട്രാവയലറ്റ് കഴിഞ്ഞാൽ പിന്നെ വിസിബിള്, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ റേഡിയോ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിക്കേണ്ടതാണ്. എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങളെ വിശദമായി പഠിപ്പിച്ചതാണ്. എങ്കിലും ഈ ചോദ്യം കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ഓറിയന്റഡ് ആയി ഏറ്റവും കോറായി ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചോദ്യമാണ്. എ ചൈൽഡ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ബാക്ക് ബെഞ്ച് ഓഫ് ദ ക്ലാസ് റൂം. ഒരു കുട്ടി ക്ലാസിന്റെ പുറകിലിരിക്കുകയാണ്, ലൈക്ക് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഈസ് അണേബിൾ ടു സീ ദ ലെക്ചേഴ്സ് ഓൺ ദ ബോർഡ്. കുട്ടിക്ക് ബോർഡിൽ എഴുതിയതൊന്നും കാണാൻ പറ്റുന്നില്ല. കുട്ടിയുടെ പ്രശ്നം എന്താണ്? കുട്ടിക്ക് ബോർഡിൽ എഴുതിയതൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈസ് അണേബിൾ ടു സീ ദ ലെക്ചേഴ്സ് ഓൺ ദ ബോർഡ് ക്ലിയർലി. ബോർഡിൽ എഴുതിയിരിക്കുന്ന ലെക്ചേഴ്സ് കൃത്യമായിട്ട് കുട്ടിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ കുട്ടിയുടെ കണ്ണിന്റെ തകരാറ് എന്താണ്? അകലെയുള്ളത് കാണാൻ സാധിക്കുന്നില്ല, ദൂരെയുള്ളത് കാണാൻ സാധിക്കുന്നില്ല. കണ്ണിന്റെ തകരാറ് എന്തായിരിക്കും മക്കളെ? എന്റെ കണ്ണിലുള്ള അതേ പ്രശ്നം, മയോപ്പിയ. എന്താണ്? മയോപ്പിയ ആണ് കുട്ടിയുടെ കണ്ണിന്റെ തകരാറ് എന്ന് പറയുന്നത്. മയോപ്പിയ, ഹ്രസ്വദൃഷ്ടി എന്ന് പറയാം, മയോപ്പിയ എന്ന് പറയാം. യെസ്, മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നസ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയാണ് കണ്ണിന്റെ തകരാറ്. അതായത് റെറ്റിനയുടെ മുന്നിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നു, പ്രതിബിംബ രൂപീകരണം റെറ്റിനയുടെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ടാണ് അകലെയുള്ളത് കാണാൻ വേണ്ടി സാധിക്കാത്തത്. ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? അതുപോലെ തന്നെ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ മക്കളെ? ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ ഓഫ് ദ ഐബാൾ ആണ്. അതായത് നേത്രഗോളത്തിന് വലുപ്പം കൂടുന്നത് കൊണ്ടാണ്. നേത്രഗോളത്തിന് വലുപ്പം കൂടുന്നത് കൊണ്ടാണ് റെറ്റിനയുടെ മുന്നിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഇലോങ്ങേഷൻ ഓഫ് ദ ഐബോൾ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഇൻക്രീസ്ഡ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ ആ നമ്മുടെ കണ്ണിലുള്ള ലെൻസിന്റെ കർവേച്ചർ കൂടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ കൺവേർജിങ് പവർ കൂടുന്നത് കൊണ്ട്. ഇതൊക്കെയാണ് റീസൺസ് എന്ന്. പവർ കൂടുന്നു, അല്ലെങ്കിൽ കർവേച്ചർ കൂടുന്നു, ലെൻസിന്റെ വക്രത കൂടുന്നത്, അല്ലെങ്കിൽ പവർ കൂടുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇതുപോലെ റെറ്റിനയുടെ മുന്നിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഈ കാരണങ്ങൾ പഠിച്ചു വെക്കുക. ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഹൗ ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ്. ഇത് പരിഹരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കോൺകേവ് ലെൻസ് യൂസ് ചെയ്യും. വേറെ ഒന്നുമല്ല, സിംപ്ലി കോൺകേവ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. യെസ്, വി ഹാവ് ടു യൂസ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കിത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായി തന്നെ മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്ന ഏറ്റവും സാധ്യതയുള്ള അടുത്ത കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. അതാണ് നമ്മുടെ പ്രിസം ഓറിയന്റഡ് ആയ, ഡിസ്പേർഷൻ ഓറിയന്റഡ് ആയ, പ്രകാശ പ്രകീർണനം ഓറിയന്റഡ് ആയ ചോദ്യമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്ഥിരമായ പ്രിസം അല്ല ഞാൻ നൽകിയിരിക്കുന്നത്, പ്രിസത്തിനെ ഒന്ന് തലകീഴായി വെച്ചിട്ടാണ് ഞാൻ നൽകിയിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് നോക്കടാ മക്കളെ. പി എന്ന് പറഞ്ഞാൽ എന്ത് കളറാണ്? ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കളറാണ്? നോക്കടാ, ഒരു സൺലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നടക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ആണ്, പ്രകാശ പ്രകീർണനമാണ്. അപ്പോ വേവ് ലെങ്ത് കുറഞ്ഞ നിറം കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും. വേവ് ലെങ്ത് കൂടിയ നിറം കുറവായിരിക്കും ഡീവിയേറ്റ് ചെയ്യുക. തരംഗദൈർഘ്യം കൂടിയ നിറം കുറവായിരിക്കും വ്യതിയാനം സംഭവിക്കുക. തരംഗദൈർഘ്യം കുറഞ്ഞ നിറമാണെങ്കിൽ കൂടുതൽ വ്യതിയാനം സംഭവിക്കും. സോ ചുവപ്പിന്, റെഡിന് ഡീവിയേഷൻ കുറവായിരിക്കും, വയലറ്റിന് ഡീവിയേഷൻ കൂടുതലായിരിക്കും. എങ്കിൽ ഇവിടെ പറയടാ, ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് ഏത് കളറാണ്? പി ആണ്. സോ പി ഏതാണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പി എന്ന് പറഞ്ഞാൽ ഇവിടെ വയലറ്റ് ആയിരിക്കും.
ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെഡ് ആയിരിക്കും. ഇത് സാധാരണഗതിയിലല്ല, തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ പ്രിസം വെച്ചാൽ മുകളിൽ റെഡും താഴെ വയലറ്റും ആണ്. പക്ഷെ പ്രിസത്തിനെ തലകീഴായി വെച്ചത് കൊണ്ട് മുകളിൽ വയലറ്റും താഴെ റെഡും ആയിരിക്കും എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ഓക്കെ, പിയും ക്യൂവും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കളേഴ്സ് യു ഫൗണ്ട് ടു ബി അറേഞ്ച്ഡ് അറ്റ് ദാറ്റ് പൊസിഷൻ? എന്തുകൊണ്ടാണ് ഈ നിറങ്ങളെല്ലാം ഇതുപോലെ ഓർഡർലി അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കാരണം എന്താണ്? അവരുടെ വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ്, തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോന്നിനും വേവ് ലെങ്ത് എന്താണ്? ഡിഫറെന്റ് ആണ്. സോ ബേസ്ഡ് ഓൺ ദെയർ വേവ് ലെങ്ത് ദ കളേഴ്സ് അല്ലെങ്കിൽ ദ കളേഴ്സ് ആർ അറേഞ്ച്ഡ് ലൈക്ക് ദിസ്. നമ്മുടെ ഈ പറയുന്ന നിറങ്ങളുടെ തരംഗദൈർഘ്യത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ചാണ് ഇതുപോലെ കൃത്യമായി തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ, പ്രിസം കഴിഞ്ഞാൽ അടുത്ത പോസിബിലിറ്റി ഉള്ളത് റെയിൻബോ തന്നെയാണ്. മഴവില്ലിന്റെ രൂപപ്പെടലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമ്മുടെ സൂര്യപ്രകാശം ഒരു മഴത്തുള്ളിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നടക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്? പുറത്തു വരുന്ന നിറം ഏതൊക്കെയാണ്? മുകളിൽ ഏതാണ്, താഴെ ഏതാണ് എന്ന ചോദ്യം എന്തായാലും പരീക്ഷയിൽ ചോദിച്ചിരിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. റീഡ്രോ ആൻഡ് കംപ്ലീറ്റ് ദ ഫിഗർ, ഐഡന്റിഫൈ ദ കളർ എക്സ്. ഓക്കെ, സിംപ്ലി ഇതാണ്, ഇങ്ങനെയാണ് വരിക. എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ശ്രദ്ധിക്കടാ, ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു ധവളപ്രകാശം മഴത്തുള്ളിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാണുന്ന 3 പ്രതിഭാസങ്ങളാണ് സംഭവിക്കുക. ഒന്നാമത്തെ ഡിസ്പേർഷൻ, പ്രകാശ പ്രകീർണനം. അതായത് സൂര്യപ്രകാശം അഥവാ സൺലൈറ്റ് അതിന്റെ കോൺസ്റ്റുവന്റ് കളേഴ്സ് ആയി സ്പ്ലിറ്റപ്പ് ആവുന്ന ഫിനോമിനയാണ്. അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് എന്ത് പറയുക? ഡിസ്പേർഷൻ എന്ന് പറയുക. അടുത്ത നടക്കുന്ന എന്താണ്? ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, ആന്തര പ്രതിപതനം. മഴത്തുള്ളിയുടെ ഒരു വശത്ത് തട്ടിത്തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. നെക്സ്റ്റ് വൺ റിഫ്രാക്ഷൻ ആണ്, അപവർത്തനമാണ്. സോ ഈ 3 പ്രതിഭാസങ്ങളിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നത്. അങ്ങനെ പുറത്തോട്ട് വരുന്ന ലൈറ്റിൽ മുകളിലുള്ള നിറം ഏതാണ്? മുകളിലുള്ളത് വയലറ്റും താഴെയുള്ളത് റെഡുമാണ്. മുകളിലുള്ളത് വയലറ്റും താഴെയുള്ളത് റെഡുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ശരിയായ ഒരു മഴവില്ല് കാണുമ്പോൾ മുകളിൽ എന്താണ് ഉണ്ടാവുക? റെഡും താഴെ വയലറ്റും ആണ്. കാരണം ഇവിടെ ഒരു മഴത്തുള്ളിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മളൊരു മഴവില്ല് നോക്കുമ്പോൾ ഒരു മഴത്തുള്ളിയാണോ ഉള്ളത്? ഒരിക്കലുമല്ല, ഒന്നിൽ കൂടുതൽ മഴത്തുള്ളികൾ ഉണ്ടായിരിക്കും. സോ അതിനാൽ തന്നെ അതുകൊണ്ടാണ് മുകളിൽ റെഡും താഴെ വയലറ്റും വരുന്നത്. പക്ഷെ ഒരു മഴത്തുള്ളിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മുകളിൽ വയലറ്റും താഴെ എന്തായിരിക്കും വരിക? താഴെ റെഡ് ആയിരിക്കും വരിക എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് എ പോസിബിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. സൗണ്ട് എന്ന് പറയുന്ന, നമ്മുടെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. മലയാളത്തിലുണ്ട് കേട്ടോ ചോദ്യം. It is found that the wavelength of the sound traveling through air at a speed of 350 meter per second is 70 meter. അതായത് ഒരു ശബ്ദത്തിന്റെ വേഗതയും തരംഗദൈർഘ്യവും അവർ നൽകിയിട്ടുണ്ട്. സ്പീഡും വേവ് ലെങ്ത്തും നമുക്ക് അവർ നൽകിയിട്ടുണ്ട്. എന്താണ് ചോദ്യം? Can this sound be heard by humans? നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുമോ? ഈ ശബ്ദത്തിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? ഓക്കെ, ഈ പറയുന്ന ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചിനേക്കാളും കൂടുതലായ ശബ്ദത്തിനെ വിളിക്കുന്ന പേരെന്താ? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. സിമ്പിൾ ആണ്. ആദ്യം ഗിവൺ ഡാറ്റ ഒന്ന് എഴുതി വെച്ചാലോ? ആദ്യം നമുക്ക് ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഗിവൺ ഡാറ്റ എഴുതി വെക്കാം. സ്പീഡ് എത്രയാണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ 350 മീറ്റർ പെർ സെക്കൻഡ്. വേവ് ലെങ്ത് ലാംഡ എത്രയാണ്? 70 മീറ്റർ. ഇതാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്. സോ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിയുന്നത്? ആ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ്. ഫ്രീക്വൻസി ആവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഇക്വേഷൻ അറിയാലോടാ, V ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡയാണ് ഫോർമുല. സോ നമുക്ക് ന്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരടാ? ന്യൂ ഈസ് ഈക്വൽ ടു V ബൈ ലാംഡ എന്ന് വരും. എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. സോ 350/70 എന്ന് വരും. 350/70 വെട്ടിക്കളയാലോടെ നോക്കടാ. 0 പോയി. 7:35 5 തവണ. സോ ആൻസർ എത്രയാണ്? 5 ഹെർട്സ്. സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ആവൃത്തി എന്ന് പറഞ്ഞാൽ 5 ഹെർട്സ് ആണ്. നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഓഡിബിൾ റേഞ്ച് ആണോ ഇത്? ഒരിക്കലുമല്ല. നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. ഇത് 5 ഹെർട്സ് മാത്രമേ ഉള്ളൂ. അതിനേക്കാളും കുറവാണ്. ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചിനേക്കാളും കുറവാണ് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. സോ നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഇത്തരം ശബ്ദത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻഫ്രാസോണിക് എന്നാണ് ഇത്തരം ശബ്ദത്തിനെ വിളിക്കുന്നവർ. ഇൻഫ്രാസോണിക് ശബ്ദം എന്നാണ് നമ്മൾ ഇവന്മാരെ വിളിക്കുന്നത്. നമ്മുടെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചിനേക്കാളും കുറഞ്ഞ ആവൃത്തിയുള്ള, കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങളെ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് എന്നാണ് പറയുക കേട്ടോ.
ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ്. ഈ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചിനേക്കാളും കൂടിയ ശബ്ദത്തിന് വിളിക്കുന്ന പേരെന്താണ്? അഥവാ 20 കിലോ ഹെർട്സിനേക്കാളും കൂടിയ ആവൃത്തിയുള്ള ഫ്രീക്വൻസിയുള്ള ശബ്ദത്തിന് വിളിക്കുന്ന പേരെന്താണ്? അൾട്രാസോണിക്. അൾട്രാസോണിക്. 20 ഹെർട്സിനേക്കാളും കുറവുള്ളതിനെ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് എന്നും 20 കിലോ ഹെർട്സിനേക്കാളും കൂടുതലുള്ളതിനെ വിളിക്കുന്ന പേര് അൾട്രാസോണിക് എന്നുമാണ്. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്, റൈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് അനദർ പോസിബിൾ ക്വസ്റ്റ്യൻ. സൗണ്ടുമായി ബന്ധപ്പെട്ട അടുത്ത പ്രാധാന്യം നിങ്ങൾ കൽപ്പിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കംപ്രഷൻ ആൻഡ് അഡ്ജസന്റ് റെയഫ്രാക്ഷൻ ഓഫ് എ സൗണ്ട് വേവ് ഈസ് 17.5 സെന്റിമീറ്റർ. അതായത് അടുത്തടുത്തുള്ള രണ്ട് ഉച്ചമർദ്ദ മേഖലയും തൊട്ടടുത്ത നീചമർദ്ദ മേഖലയും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 17.5 സെന്റിമീറ്റർ ആണ്. എല്ലാവരും തിരിച്ചറിയണം, രണ്ട് കോൺസിക്യൂട്ടീവ് കംപ്രഷനോ റെയഫ്രാക്ഷനോ തമ്മിലുള്ള അകലമല്ല അവർ നൽകിയിരിക്കുന്നത്. രണ്ട് ഉച്ചമർദ്ദ മേഖലകളോ രണ്ട് നീചമർദ്ദ മേഖലകളോ തമ്മിലുള്ള ദൂരമല്ല അവർ നൽകിയിരിക്കുന്നത്. മറിച്ച് ഒരു കംപ്രഷനും ഒരു റെയഫ്രാക്ഷനും തമ്മിലുള്ള ദൂരമാണ്. ഒരു ഉച്ചമർദ്ദ മേഖലയും ഒരു നീച മർദ്ദ മേഖലയും തമ്മിലുള്ള ദൂരമാണ് അവർ നൽകിയിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള വേവ് ലെങ്ത്തിന്റെ പകുതി ദൂരമാണ് നൽകിയിരിക്കുന്നത്. തരംഗ ദൈർഘ്യത്തിന്റെ പകുതി ദൂരമാണ് നൽകിയിരിക്കുന്നത്, റൈറ്റ്? അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. സോ ആദ്യം ഞാൻ അത് എടുത്ത് എഴുതുകയാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. സോ λ/2 ആണ് നൽകിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 17.5. λ/2 എന്ന് പറഞ്ഞാൽ 17.5 ആണെന്ന് മനസ്സിലാക്കുക. എങ്കിൽ λ ഈക്വൽ ടു എത്രയാണ്? ഇവിടെ തന്നെ തിരിക്കണം. 17.5 × 22 എത്രയാണ്? 35. സോ 35 സെന്റിമീറ്റർ നമുക്ക് വേവ് ലെങ്ത് കിട്ടി, തരംഗ ദൈർഘ്യം കിട്ടി. അടുത്തത് ചോദ്യത്തിൽ പറയുന്ന കാര്യം നോക്കടാ. സമയം 2 സെക്കൻഡ് എടുത്തിട്ടാണ് 1400 മീറ്റർ ഈ ശബ്ദം ട്രാവൽ ചെയ്യുന്നത്. സോ സമയം നമുക്ക് നൽകിയിട്ട് എത്രയാണ്? 2 സെക്കൻഡ്. ദൂരം അഥവാ ഡിസ്റ്റൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ്? ദൂരം 1400 മീറ്റർ. ശരിയല്ലടാ? ദൂരം എന്ന് പറഞ്ഞാൽ 1400 മീറ്റർ. ദൂരവും നൽകിയിട്ടുണ്ട്, സമയവും നൽകിയിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. തുടക്കത്തിലേ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം, അടുത്തത് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായി കണ്ടുപിടിക്കാലോ. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫോർമുലയൊക്കെ നിങ്ങൾക്കറിയാം, ശരിയല്ലേ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫോർമുല അറിയാലോ. ദാറ്റ് ഈസ് V = ന്യൂ ലാംഡയാണ്. സോ ന്യൂ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു V/λ എന്ന് എഴുതാം. ന്യൂ ഈസ് ഈക്വൽ ടു V/λ. എല്ലാം നമ്മുടെ കൈവശമുണ്ട്. സ്പീഡ് നമ്മുടെ കൈവശം ഇല്ലെങ്കിലും ടെൻഷൻ അടിക്കണ്ട. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ചോദ്യത്തിൽ നൽകിയിട്ട് നോക്കടാ. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 1400 അല്ലേ? സോ 1400 ഡിവൈഡഡ് ബൈ സമയം 2 ആണ്. സോ ആൻസർ എത്ര കിട്ടും? 700 മീറ്റർ പെർ സെക്കൻഡ്. സോ സ്പീഡ് നമുക്ക് കിട്ടി 700 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്ത് കണ്ടുപിടിക്കാം? ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? സോ ഫ്രീക്വൻസി ഈക്വൽ ടു V/λ ആണ്. വിക്ക് പകരം 700 എന്ന് കൊടുത്തു. 700 ഡിവൈഡഡ് ബൈ λ എത്രയാണ്? 35 സെന്റിമീറ്റർ ആണ്. 35 സെന്റിമീറ്റർ ആണ്. പക്ഷെ സ്പീഡൊക്കെ നൽകിയിരിക്കുന്നത്, ഡിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് മീറ്ററിലാണ്. സോ ഉത്തരം മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ അതിനാൽ തന്നെ സെന്റിമീറ്ററിന് എന്തിലോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാ സെന്റിമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റുക? 100 കൊണ്ട് ഹരിച്ചാൽ മതി. സോ 35/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.35 മീറ്റർ. അത് കിട്ടിയില്ലേ? ഇനി ഡയറക്റ്റ് ആയി തന്നെ ഡിവൈഡ് ചെയ്യാം. 0.35. സോ 700/0.35 എത്രയാണ്? 2000 ആണ്. സോ 2000 ഹെർട്സ്. 2000 ഹെർട്സ്. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കേണ്ട ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ എല്ലാവരും മനസ്സിരുത്തി പഠിക്കേണ്ട ചോദ്യം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മുന്നോട്ട് പോയാലോ മക്കളെ? സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു, അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലൂടെ കിടക്കുന്നു. എന്തായാലും പരീക്ഷയിൽ വരാൻ ഏറ്റവും പോസിബിലിറ്റി കൽപ്പിക്കപ്പെടുന്ന ചോദ്യമാണ് കേട്ടോ. 2 വേവുകൾ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വേവുകളുടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത്, ഫ്രീക്വൻസി, പീരീഡ് ഒക്കെ കണ്ടുപിടിക്കണം. നമുക്ക് ടൈം പീരീഡ്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കണം. മലയാളത്തിൽ ചോദ്യമുണ്ട്. ഓരോ തരംഗത്തിന്റെയും ആവൃത്തി, പീരീഡ്, തരംഗ ദൈർഘ്യം എന്നിവ കണ്ടുപിടിക്കുക. സോ സിമ്പിളാണ്, വളരെ ലളിതമായ, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ. ഒരു കംപ്ലീറ്റ് വേവിന് എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ഒരു കംപ്ലീറ്റ് വേവ് ഉണ്ടാവാൻ എത്ര സമയം എടുക്കുന്നു അതിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുക. അതായത് ഇതാണ് ഒരു കംപ്ലീറ്റ് വേവ്, ശരിയല്ലേ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേരുമ്പോഴല്ലേ ഒരു വേവ് ഉണ്ടാവുക, റൈറ്റ്? ഇതാണ് രണ്ടാമത്തതിലെ ഒരു വേവ് എന്ന് പറയുക.
അതിനെടുക്കുന്ന സമയം എത്രയാണ്? ഒന്നാമത്തതിൽ സമയം എന്ന് പറഞ്ഞാൽ 8 സെക്കൻഡ് ആണ്, രണ്ടാമത്തെ 1 സെക്കൻഡ് ആണ്. സോ രണ്ടിൻ്റെയും ടൈം പീരീഡ് കിട്ടി. ഒരു കൺഫ്യൂഷനും വേണ്ട, ഒന്നാമത്തെ കാര്യം കിട്ടി, ടൈം പീരീഡ്. അതായത് ഒന്നാമത്തെ വേവിന്റെ ടൈം പീരീഡ് ഓഫ് എ ഈക്വൽ ടു 8 സെക്കൻഡ്, ടൈം പീരീഡ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അത് കിട്ടിയില്ലേ? ഒരു സംശയമില്ലല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ടൈം പീരീഡ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്, ഒരു സംശയവും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. റെഡി? അടുത്ത കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്, വ്യുൽക്രമം എന്നല്ലേ പറയുക? യെസ്. സോ ഫ്രീക്വൻസിനെ നമുക്ക് എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം, ന്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം. രണ്ടും ശരിയാണ്. സോ കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ന്യൂ എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ന്യൂ ഈസ് ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ്. സോ ന്യൂ എ ഈസ് ഈക്വൽ, ഒന്നാമത്തതിന്റെ ഫ്രീക്വൻസി 1 ബൈ ടൈം പീരീഡ് ഓഫ് എ, ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 8. മക്കളെ 1 ബൈ 8 എന്ന് പറഞ്ഞാൽ 0.125 ആണ് കേട്ടോ. സോ 0.125 ഹെർട്സ്. രണ്ടാമത്തതിന്റെ ഫ്രീക്വൻസി ന്യൂ ബി ഈക്വൽ ടു 1 ബൈ ടി ബി എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 1. ആൻസർ എത്രയാണ്? 1 ഹെർട്സ്. ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ മനസ്സിലായില്ലേ? സോ നമ്മൾ എന്തുകൂടി കണ്ടുപിടിച്ചു? ഫ്രീക്വൻസി കൂടി കണ്ടുപിടിച്ചു. ഇനി ഒരെണ്ണം മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അതെന്താണ്? അത് വേവ് ലെങ്ത് ആണ്, തരംഗ ദൈർഘ്യമാണ്. അത് വേവ് ലെങ്ത് ആണ്, തരംഗ ദൈർഘ്യമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിനും സിമ്പിളായി ഫോർമുല നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണ് മക്കളെ? യെസ്, ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലാംഡ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല നിങ്ങൾക്ക് വേണ്ട, ലാംഡ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല വേണ്ട. നമ്മളിവിടെ ഓൾറെഡി കഴിഞ്ഞ ചോദ്യത്തിനകത്ത് ശ്രദ്ധിക്കണം, നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിനകത്ത് ഒരു ഫോർമുല യൂസ് ചെയ്തായിരുന്നു. നോക്കിക്കേ, വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തു. വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തു. ഇത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഈ ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, ഒരു പ്രശ്നമില്ല. നോക്കടാ, വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. നമുക്കിവിടെ കണ്ടുപിടിക്കണം എന്താണ്? വേവ് ലെങ്ത് ആണ്. സോ ലാംഡ ഈക്വൽ ടു വി ബൈ ന്യൂ എന്ന് വരും, അല്ലെങ്കിൽ വി ഇൻറ്റു, കൺഫ്യൂസ് ചെയ്യരുതേ, സിമ്പിൾ ആണടാ, വി ഇൻറ്റു 1 ബൈ ന്യൂ എന്ന് വരും. വി ഇൻറ്റു 1 ബൈ ന്യൂ. 1 ബൈ ന്യൂ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. സോ ലാംഡ ഈക്വൽ ടു വി ടി. സോ ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ പലരും മനഃപ്പാഠം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനപ്പുറം ആ ഫോർമുല എങ്ങനെ വന്നു എന്ന കാര്യമാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. നമുക്ക് ഒരു ഫോർമുല പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. കാരണം എല്ലാ ഫോർമുലാസും മനഃപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സോ ദാറ്റ്സ് വൈ സിംപ്ലി ഒരു ഫോർമുല പഠിച്ച് അതിൽ നിന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. സോ വി ഈക്വൽ ടു ന്യൂ ലാംഡ നമുക്കറിയാം, അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. ലാംഡ ഈക്വൽ ടു വി ഇൻറ്റു ടി. അപ്പൊ എല്ലാത്തിൻ്റെയും വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വളരെ ശ്രദ്ധിക്കണം. സോ ലാംഡ എ, ഒന്നാമത്തെ വേവിന്റെ സ്പീഡ് അവർ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? 3.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 3.2 ഇൻറ്റു ഒന്നാമത്തതിന്റെ ടൈം പീരീഡ് എത്രയാണ്? 8 ആണ്. സോ 3.2 ഇൻറ്റു 8 എന്ന് എഴുതുക. 3.2 ഇൻറ്റു 8 എന്ന് വെച്ചാൽ 25.6 ആണ്. 25.6 ഞാൻ ഓൾറെഡി എഴുതിയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സമയം എടുക്കുന്നു പറഞ്ഞിട്ടാണ്. രണ്ടാമത്തതിന്റെ വേവ് ലെങ്ത് എത്രയാണ് മക്കളെ? സ്പീഡിൽ മാറ്റമില്ല, 3.2 ആണ്. രണ്ടാമത്തതിന്റെ ടൈം പീരീഡ് 1 സെക്കൻഡ് അല്ലേ? സോ അതിനാൽ തന്നെ 3.2 മീറ്റർ എന്ന് തന്നെ കിട്ടും. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയിൽ ചോദിക്കാൻ വലിയ പോസിബിലിറ്റി ഉള്ള ചോദ്യമാണ് കേട്ടോ. സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്തത് ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഇമേജ് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രതിബിംബ രൂപീകരണം കൃത്യമായി തന്നെ ഡീറ്റെയിൽ ആയി തന്നെ പറയുക. സോ ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഐ പീസ് ആണ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസ്. നമ്മൾ നോക്കുന്ന കണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെൻസിനെ വിളിക്കുന്ന പേര് ഐ പീസ് എന്നും, വസ്തുവിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെൻസ്, ഇതാണ് നമ്മുടെ വസ്തു എന്ന് പറയുക. ഈ വസ്തുവിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെൻസിനെ വിളിക്കുന്ന പേര് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നുമാണ് പറയുക. ഓക്കെ അല്ലേ? റൈറ്റ്. ഓക്കെ, രണ്ടിനെ പറ്റിയും വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ, നമ്മുടെ പ്രതിബിംബ രൂപീകരണം ഇതാ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രതിബിംബ രൂപീകരണം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രതിബിംബ രൂപീകരണമാണ് കാണുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യം എനിക്ക് പറഞ്ഞു തരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. അത് ആദ്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഐ പീസിന്റെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ
ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്തിനേക്കാളും കൂടുതലായിരിക്കും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഏറ്റവും വലിയ ലെൻസ് ഏതാണ്, അത് ഐ പീസ് എന്ന് പറയുന്ന ലെൻസിനല്ലേ കർവേച്ചർ കൂടുതൽ, അവന് തന്നെയാണ് ഫോക്കൽ ലെങ്ത് കൂടുതൽ, സംശയം വേണ്ട. ഇനി ആ പ്രതിബിംബ രൂപീകരണം ഞാനൊന്ന് കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിക്കാനടാ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ഒബ്ജക്റ്റീവ് ലെൻസ്. ഇത് നമ്മുടെ വസ്തുവാണ്, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ വസ്തുവാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പൊതുവായ വസ്തുവാണ് കാണുന്നത്. ഈ വസ്തുവിന്റെ പ്രതിബിംബം ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന വസ്തുവിന്റെ പ്രതിബിംബമാണ് ഇത്. ഓക്കെ അല്ലേ, റെഡി? അഥവാ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഇമേജിന്റെ പ്രത്യേകത എന്താണ്, ഈ പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ്? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അവൻ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ആണ്, ശരിയല്ലേ? അവൻ വലുതാണ്, യഥാർത്ഥമാണ്, അതുപോലെ തന്നെ തലകീഴായിട്ടുള്ള പ്രതിബിംബമാണ്. സെക്കൻഡ് കേസ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് ഐ പീസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ പ്രതിബിംബം ഐ പീസ് എന്ന് പറയുന്ന ലെൻസിന് വസ്തു ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഇവനൊരു വസ്തുവാണെങ്കിൽ ഇവനിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരട്ടെ. ഇവനൊരു വസ്തുവാണെങ്കിൽ ഇവനിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പാരലലി വന്നാൽ ഫോക്കസിലൂടെ കടന്നു പോകും, ഒപ്റ്റിക് സെന്ററിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മാറ്റമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കടന്നു പോകും, റൈറ്റ്? സോ ഈ രണ്ട് ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നില്ല, തീർച്ചയായും കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നുണ്ട്. സോ അവിടെയാണ് നമ്മുടെ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുക. ദിസ് വിൽ ബി അവർ ഫൈനൽ ഇമേജ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് ഐ പീസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഈ ഒബ്ജക്റ്റിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒബ്ജക്റ്റ് ഉള്ളത് ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ്. സോ ഫൈനൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെർച്വലും ഇറക്റ്റും മാഗ്നിഫൈഡുമായ എൻലാർജ്ഡുമായ ഒരു ഇമേജ് ആണ് നമുക്ക് ലഭിക്കുക, റൈറ്റ്? സോ ഈ കണ്ടീഷൻ മറക്കരുത്. ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ആ ഇമേജിന്റെ സവിശേഷത ഐ പീസ് ഉണ്ടാക്കുന്ന ഫൈനൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ലാർജ് ആയിരിക്കും, മിഡ് ആയിരിക്കും, നിവർന്നതായിരിക്കും, വളരെ വലുതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വസ്തു വെച്ചിരിക്കുന്ന ഒരു കോൺവെക്സ് ലെൻസിന്റെ മുന്നിൽ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ്. ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ വസ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ്? എല്ലാവരും പഠിക്കേണ്ടതാണ്, ഉറപ്പായും പഠിക്കേണ്ടതാണ്. ഇതുപോലെയാണ് നമ്മുടെ ഇമേജ് ഉണ്ടാവുക. ഇമേജ് വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. ഒരു കോൺവെക്സ് ലെൻസിന്റെ മുന്നിൽ എവിടെയാണ് ഒപ്റ്റിക് സെന്ററിനും ഫോക്കസിനും ഇടയിലാണ് വസ്തു വയ്ക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഇതുപോലെ തന്നെ മാഗ്നിഫൈഡ് ആയിരിക്കും എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, പഠിച്ചു വെക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇമേജിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ദിസ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. മലയാളത്തിലും ഞാൻ ചോദ്യം നൽകിയിട്ടുണ്ട്. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കിയോട്ടെ. റെഡി വാ. കോൺകേവ് ലെൻസ് ആസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 20 സെന്റിമീറ്റർ. ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്, അവന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റിന്റെ ഉയരം 2 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ദൂരം 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇമേജ് ഡിസ്റ്റൻസ്, ഹൗ മച്ച് വിൽ ബി ദ മാഗ്നിഫിക്കേഷൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർ നമുക്ക് ഫോക്കൽ ലെങ്ത്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും നൽകിയിട്ടുണ്ട്. ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിലോട്ടുള്ള ദൂരം കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം കണ്ടുപിടിക്കണം. പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എഴുതണം. റെഡി അല്ലേ? സോ ആദ്യം നിങ്ങൾ തിരിച്ചറിയണം ഇത് എന്ത് ലെൻസ് ആണ്. ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. സോ -20 സെന്റിമീറ്റർ എന്ന് തന്നെ എഴുതണം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഓൾവേസ് നെഗറ്റീവ് ആണ്. സോ -30 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാ പറയുന്നത്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ. അത് പോസിറ്റീവ് ആയിരിക്കും. യെസ്, ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് ഇമേജിന്റെ ഹൈറ്റ് ആണ്, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവർക്കും ലെൻസസ് ഫോമിൽ ഉപയോഗിച്ച് വി കണ്ടുപിടിക്കാനുള്ള ഫോമിൽ അറിയാം. വി = UF/U + F ആണ്. ഡയറക്റ്റ് ആയി പഠിച്ചോ. -30 × -20 -30 + -20 that is equal to 600 / -10. സോ വി എത്ര കിട്ടും? -60 സെന്റിമീറ്റർ. വി എത്രയാണ്? -60 സെന്റിമീറ്റർ. സംശയമില്ലല്ലോടാ. ഓ മൈ ഗോഡ്, ചെറിയ മിസ്റ്റേക്ക്. ചെറുതല്ല, വലിയ മിസ്റ്റേക്ക്. നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് വരരുത്. -30 -20 ആണ്. -30 -20 എന്ന് പറയുന്നത് എത്രയാടാ? -50 ആണ്. തെറ്റിയാ മൊത്തം പൂവേ മകനെ, തെറ്റിയാ മൊത്തം പൂവേ മകനെ. സോ -50 ആണ്. സോ 600 / -50 എത്രയാടാ? 600 / -50 എന്ന് വെച്ചാൽ -12. വി ഈസ് ഈക്വൽ ടു -12 സെന്റിമീറ്റർ. സോ ഇമേജ് ഡിസ്റ്റൻസ് എത്ര കിട്ടുക? -12 സെന്റിമീറ്റർ ആണ് ഇമേജ് ഡിസ്റ്റൻസ്. റെഡി അല്ലേ? ചെറിയ അശ്രദ്ധ മതി മുഴുവൻ മാർക്ക് പോവാൻ. ഓക്കെ, ഇതൊക്കെ ഈ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് ആവർത്തിക്കരുത്. എനിക്കത് ഫൈനൽ ആൻസറിലോട്ട് വരുമ്പോൾ തന്നെ എനിക്കത് ക്ലിയർ ആയി.
എനിക്കത് കൃത്യമായി തന്നെ മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് വന്നാൽ നിങ്ങളത് കൃത്യമായി റെക്ടിഫൈ ചെയ്യുക. കണക്കുകൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അവസാനം അയ്യോ സാറേ തെറ്റി എന്ന് പറയരുത്. ഒരു കാരണവശാലും അങ്ങനെ തെറ്റാൻ ഇടവരുത്തരുത് കേട്ടോ. അടുത്ത കണ്ടുപിടിക്കേണ്ട ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ ആണ്. ഫോമുല അറിയാലോ? യെസ്, അടുത്ത മാഗ്നിഫിക്കേഷൻ ആണ്. ഫോമുല എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് m ഈസ് ഈക്വൽ ടു v/u ആണ്. v എത്രയാണ്? v എന്ന് പറഞ്ഞാൽ -12 ആണ്. -12/u എത്രയാണ്? -30 ആണ്. -30 -12/-30. ആൻസർ പ്ലസ് ആണ്. +0.4 എന്ന് കിട്ടും കേട്ടോ. +0.4. ഇതാണ് ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ. എനിക്ക് എല്ലാ പ്രോപ്പർട്ടീസും പറയണം. നമുക്കറിയാം ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആയിരിക്കും, മിഥ്യാപ്രതിബിംബം ആയിരിക്കും. മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് വാല്യൂ മോഡുലസ് ഓഫ് 0.4 അതെന്ന് പറഞ്ഞാൽ 0.4 തന്നെയാണ്. ഒന്നിനേക്കാളും ചെറുതാണ്. ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ അത് സ്മോൾ ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജുകളെല്ലാം ഇറക്റ്റ് ആണ്. സോ വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, സ്മോൾ ആണ്, ചെറുതായിരിക്കും. ഓക്കെ, ചെറുത്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഗംഭീരമായിട്ട് പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പോസിബിലിറ്റി ഉള്ളതാണ്. എല്ലാവരും പഠിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അടുത്തതിലൂടെ കിടക്കാം. നെക്സ്റ്റ് വൺ. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കും. അതായത് 2 ഡിവൈസുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി സൈൻ കൺവെൻഷൻ ഓറിയന്റഡ് ആയ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. സിംപ്ലി 2 ഡിവൈസുകളേ ഉള്ളൂ. ഒന്ന് മോട്ടറും മറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതായിരിക്കും? യെസ്, ലൗഡ് സ്പീക്കറും. ഈ 2 കാര്യങ്ങൾ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നത് എന്ത് ഡിവൈസ് ആണ്? ഇത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഇവിടെ 12 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നുണ്ട്. 12 വോൾട്ട് സപ്ലൈ നമ്മൾ കൊടുക്കുന്നതിനാൽ തന്നെ ദിസ് ഈസ് എ ഇലക്ട്രിക് മോട്ടർ. ഇതൊരു ഇലക്ട്രിക് മോട്ടർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ബിലോ. ദിസ് ഈസ് എ ഇലക്ട്രിക് മോട്ടർ. ഇത് നമ്മുടെ സ്വന്തം ഇലക്ട്രിക് മോട്ടർ ആണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഇതിന്റെ പ്രവർത്തന തത്വം എന്താണ്? അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ തത്വമാണ് അതിന്റെ പ്രവർത്തന തത്വം എന്ന് വെച്ചാൽ മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വം. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത്? വെൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വെച്ചാൽ അതിനകത്തൊരു ബലം ഏർപ്പെടും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. അതെ, സിമ്പിൾ. അടുത്ത നെക്സ്റ്റ് വൺ. To rotate the armature in clockwise direction, which terminal of the battery should be connected to the point X? So ഇവിടെ ശ്രദ്ധിക്കണം. ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ കറങ്ങാൻ, ഇതാണ് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. സോ ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ കറങ്ങണമെങ്കിൽ എക്സുമായിട്ട് ഏത് ടെർമിനലാണ് കണക്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ. സോ മുകളിലോട്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുകയുള്ളൂ. സോ ഫോഴ്സ് മുകളിലോട്ടായിരിക്കണം എങ്കിലേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങത്തുള്ളൂ. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ഈ കാണുന്ന വിരൽ കാണിക്കുക. അപ്പോൾ എന്റെ മക്കളെ നിങ്ങൾ പറയടാ, എല്ലാവരും കമന്റ് ചെയ്യടാ, കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. മുകളിലോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. സോ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അത് ഉറപ്പായും ബിയിൽ നിന്ന് എയിലോട്ടായിരിക്കും. കറണ്ട് ഷുഡ് ബി ബി ടു എ. കറണ്ട് ബി ടു എ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പായും കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഒഴുകുക. ശരിയല്ലേ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. സോ വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം എങ്കിലേ ബിയിൽ നിന്ന് എയിലോട്ട് കറണ്ട് ഒഴുകി എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കത്തുള്ളൂ. സോ എക്സിന്റെ പൊളാരിറ്റി എന്തായിരിക്കും? എക്സ് ഉറപ്പായും നെഗറ്റീവ് ആയിരിക്കണം. എക്സ് ഷുഡ് ബി നെഗറ്റീവ്. എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് എ നെസസറി ഓഫ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ പർപ്പസ് എന്താണ്? നമുക്കറിയാം ഈ ഇലക്ട്രിക് മോട്ടോർ ഫാനിലും മിക്സിയിലൊക്കെ ഉണ്ട്. സോ ഫാൻ ഒരു തവണ ഇങ്ങോട്ട് കറങ്ങിയിട്ട് അടുത്ത തവണ ഇങ്ങോട്ട് കറങ്ങിയ കാറ്റ് കിട്ടുവാടാ? നമുക്ക് ഒരിക്കലുമില്ല. ഒരേ ഡയറക്ഷനിൽ തന്നെ കറങ്ങണം. സോ യൂണി ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ഹിയർ? സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരേ ദിശയിൽ കറങ്ങാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെക്കാനടാ. അടുത്തത് നെക്സ്റ്റ് ഒരു ഡിവൈസ് കൂടിയുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് 100% നമ്മുടെ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. സോ ഹിയർ ഈസ് അനദർ ഡിവൈസ്. ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ. ഇത് ഏത് ഡിവൈസ് ആണ്? ഒരു സംശയവും വേണ്ട. ഈ ഡിവൈസിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ലൗഡ് സ്പീക്കർ ആണ്. ലൗഡ് സ്പീക്കറിന്റെ ഭാഗങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. വോയിസ് കോയിൽ, ഡയഫ്രം, ഫീൽഡ് മാഗ്നറ്റ്, കണക്റ്റിംഗ് വയർ, സോഫ്റ്റ് അയൺ ഷീൽഡിംഗ്. ഇതുപോലൊരു ചിത്രം നൽകിയിട്ട് ഏതു ഭാഗം ചോദിച്ചാലും അത് നിങ്ങൾ പറഞ്ഞിരിക്കണം. സോ വോയിസ് കോയിൽ, ഡയഫ്രം, ഫീൽഡ് മാഗ്നറ്റ്, കണക്റ്റിംഗ് വയർ, സോഫ്റ്റ് അയൺ ഷീൽഡിംഗ്, ലൈക്ക് എല്ലാ ഭാഗങ്ങളും കൃത്യമായ ധാരണ, കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത്
ഓക്കെ, അപ്പൊ നമുക്ക് ഡിവൈസ് ഏതാന്ന് മനസ്സിലായി, അതുപോലെ തന്നെ അതിന്റെ ഭാഗങ്ങളും മനസ്സിലായി. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ് കേട്ടോ. മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ് കേട്ടോ. ഇവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? എനർജി ചേഞ്ച് എന്താണ്? നിങ്ങൾക്കറിയണം. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജിയാണ്. ഇവിടെയുള്ള ഊർജ്ജ മാറ്റം എന്ന് പറഞ്ഞാൽ വൈദ്യുത ഊർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഭാഗങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. നെയിം അനദർ ഡിവൈസ് വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. ഇതേ പ്രവർത്തന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണം ഏതാണ്? ദാറ്റ് ഈസ് ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടോർ ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടറാണ്. മോട്ടോർ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മോട്ടോർ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇനി അവസാന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു 2 ചോദ്യങ്ങൾ, അധികം ചോദ്യങ്ങളില്ല. കൂടുതൽ ചോദ്യങ്ങൾ ലൈവിൽ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഈ 2 ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ചോദ്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കൂടെ നിൽക്കുക. ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ വാസ് അപ്ലൈഡ് ഓൺ എ നെയിൽ പുള്ളർ ടു പുൾ എ നെയിൽ. അതായത് ഒരു ആണി വലിക്കുന്ന നെയിൽ പുള്ളറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 40 ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, റൈറ്റ്? ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് നൽകിയിട്ടുണ്ട്. 3 ആണ് അവിടെയുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അഥവാ യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ 3 ആണ്. എങ്കിൽ ലോഡ് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദ ലോഡ്. ഓക്കെ, രോധം എത്രയായിരിക്കും അഥവാ ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഫോഴ്സ് അഥവാ എഫേർട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. എഫേർട്ട് എത്രയാണ്? എഫേർട്ട് ഈക്വൽ ടു 40 ന്യൂട്ടൺ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അഥവാ യാന്ത്രിക ലാഭം 3 ആണ്. കണ്ടുപിടിക്കേണ്ടത് ലോഡാണ്. വി ഹാവ് ടു ഫൈൻഡ് ദ ലോഡ്. സിമ്പിൾ അല്ലേ? ഇവ തമ്മിൽ റേറ്റ് ചെയ്യുന്ന ഫോമുല എല്ലാവർക്കും അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോടാ മക്കളെ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് ആണ്. സോ ലോഡ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു എഫേർട്ട് ആണ്. യാന്ത്രിക ലാഭം അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 3 ആണ്. എഫേർട്ട് എത്രയാണ്? എഫേർട്ട് 40 ആണ്. സോ 3 × 40 എത്രയാണ്? 120 ന്യൂട്ടൺ. സോ ആൻസർ വിൽ ബി 120 ന്യൂട്ടൺ. സോ ലോഡ് എന്ന് പറഞ്ഞാൽ 120 ന്യൂട്ടൺ ആണ്. കൃത്യമായിട്ട് മനസ്സിലായിട്ട് സംശയമില്ലല്ലോടാ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 20ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ഒരു സ്ക്രൂ ജാക്ക് ഉണ്ട്. ഒരു ഒബ്ജക്റ്റിന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രൂ ജാക്ക് ഉപയോഗിക്കുന്നു കേട്ടോ. ഓക്കെ, 30 സെന്റിമീറ്റർ ലെങ്ത് ത്രെഡഡ് റീജിയൻ ഉണ്ട്. ത്രെഡഡ് റീജിയന്റെ നീളം എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ ആണ്. 15 സ്ക്രൂ ത്രെഡുകളുണ്ട്, 15 ത്രെഡുകളുണ്ട്. ഓരോ ത്രെഡിന്റെയും നീളം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. ഒന്നാമത്തെ എന്താണ് പിച്ച് എന്ന കാര്യം കണ്ടുപിടിക്കാം. പിരീഡ അഥവാ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 2 ത്രെഡുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ്, അകലത്തിനെയാണ് പിച്ച് എന്ന് പറയുക. നോക്കടാ മക്കളെ, 30 സെന്റിമീറ്റർ ആണ് ത്രെഡഡ് റീജിയന്റെ നീളം എന്ന് പറയുന്നത്. അതിനകത്ത് 15 ത്രെഡുകൾ ഉണ്ടെന്ന് പറയുന്നു. 30 സെന്റിമീറ്റർ ആണ് ത്രെഡഡ് റീജിയന്റെ നീളം എന്ന് പറയുന്നത്. അതിനകത്ത് 15 ത്രെഡുകൾ ഉണ്ട്. അപ്പോൾ ഓരോ ത്രെഡുകൾക്കിടയിലുള്ള അകലം എത്രയാണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ത്രെഡ്സ്? എത്രയാണ് മക്കളെ? സിംപ്ലി ഡിവൈഡ് ചെയ്താൽ മതി. 30/15 എത്രയാണ്? 2. സോ ഒരു സംശയവും വേണ്ട. പിച്ച് എത്രയാണ്? പിച്ച് അഥവാ പീരിയഡ് ഈക്വൽ ടു 30/15. ആൻസർ വിൽ ബി 2. 2 ആണ് നമ്മുടെ എന്താ പറയുക പിച്ച് എന്ന് പറയുക 2 സെന്റിമീറ്റർ കേട്ടോ. അടുത്ത കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ യാന്ത്രിക ലാഭം അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മക്കളെ ഫോമുല? ലെങ്ത് ഓഫ് ദ ത്രെഡ്. ലെങ്ത് ഓഫ് ദ ത്രെഡ്. ലെങ്ത് ഓഫ് ദ ത്രെഡ് ഡിവൈഡഡ് ബൈ പിച്ച്. ലെങ്ത് ഓഫ് ദ ത്രെഡ് എത്രയാണ്? ശ്രദ്ധിക്കടാ, ത്രെഡഡ് റീജിയന്റെ ടോട്ടൽ ലെങ്ത് അല്ല, ലെങ്ത് ഓഫ് ഈച്ച് ത്രെഡ് അവർ നൽകിയിട്ടുണ്ട്. ഓരോ ത്രെഡിന്റെയും നീളം എത്രയാണ്? 10 ആണ്. ശരി, ഓരോ പീരിയഡിന്റെയും നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ. അതാണ് ലെങ്ത് ഓഫ് ദ ത്രെഡ് എന്ന് പറയുന്നത്. സോ 10 ഡിവൈഡ് ബൈ പിച്ച് എത്രയാണ്? 2. സോ ആൻസർ ഈക്വൽ ടു 5. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അഥവാ യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ ഗംഭീരമായി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു, നിങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ് സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ ലൈവ് ആരും തന്നെ മിസ്സാക്കരുത്. 3 മണി മുതലാണ് ഉണ്ടാവുക. ഒരു ഓവർനൈറ്റ് ലൈവ് ആയിരിക്കും. ഗംഭീരമായിട്ട് കൂടെ ഉണ്ടായിരിക്കണം. പരമാവധി ചോദ്യങ്ങളും കോണ്ടന്റുകളും ഇന്ന് സെറ്റാക്കുന്നുണ്ട്. നാളെ 7 മണിക്കും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് 2 അണ്ണന്മാരും വരും. സോ ഗൈസ് ഹാപ്പി ആണെങ്കിൽ, കോൺഫിഡന്റ് ആണെങ്കിൽ ഒരു കമന്റ് ചെയ്യാൻ മടി കാണിക്കരുത്. ലവ് യു ആൾ. ടേക്ക് കെയർ. കാണാം. ബൈ ബൈ.